എളേ ചേച്ചി കമൽ സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മാധവി അമ്മ മുതൽ ആമി എന്ന ചിത്രത്തിലെ ജാനു അമ്മ വരെ 30 വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് കമൽ സാറ് ഭരതൻ സാറിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ ആ സമയത്ത് ലളിത ചേച്ചി സിനിമയിലുണ്ട്. അന്നേ പരിചയമുണ്ടോ അതോ സിനിമ ചെയ്തപ്പോഴാണോ പരിചയം? തീർച്ചയായിട്ടും. ഞാൻ ആ വീട്ടിലൊരു നിത്യ സന്ദർശകനായിരുന്നല്ലോ. എപ്പോഴും പോവും. ചേച്ചി എന്താ പറയാ, ആതിഥേയായിട്ട് ഒരുപാട് കാലം. അതിനു മുമ്പും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ലളിത ചേച്ചിയായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. ഞാൻ ചേച്ചി ആദ്യം കാണുന്ന ആരവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭരതേട്ടന് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ്. ഒരിക്കലും ബഹദൂർ ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അന്നാണ് ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എത്ര കൊല്ലം ആദ്യമായിട്ട് കണ്ട ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കമൽ സാറ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം ഇത്രയും കാലഘട്ടം ഇന്ന് നമുക്ക് പെട്ടെന്ന് പറയുമ്പം അക്കങ്ങളായി പറയുമ്പോൾ 5 വർഷം 10 അല്ലെ 30 എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് പറയുമ്പോൾ ഒരു 30 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലപരിധിയാണ് അല്ലേ? അതില് കമൽ സാറിനെ പോലെ ഒരാള് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു 70കളിലൊക്കെ ലളിത ചേച്ചി ഉണ്ടേ നല്ലതെന്നാണ്. 80കൾ കഴിഞ്ഞതോടുകൂടി ലളിത ചേച്ചി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ആലോചിച്ച് ഇത് ലളിത ചേച്ചി തന്നെ ചെയ്യണമെന്ന് ആലോചിച്ച് കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും സാറിന്റെ? കുറേ ഉണ്ട്. അതില് പെട്ടെന്ന് ഇപ്പൊ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞു. മാധവമ്മ ആ ക്യാരക്ടർ ഞങ്ങളിങ്ങനെ കഥ ആലോചിക്കും ആദ്യം തീരുമാനിച്ച ലളിത ചേച്ചിയാണ്. കാരണം ചില കഥാപാത്രങ്ങൾക്ക് പകരം വെക്കാൻ ആളില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഞാൻ നടൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, ആ നടൻ എന്ന് പറഞ്ഞ ജയറാം അഭിനയിച്ച അതില് ഒരു നാടകക്കാരിയുടെ ക്യാരക്ടറുണ്ട്. അത് ത്രൂ ഔട്ട് ചേച്ചി ഉണ്ടായിരുന്ന ഒരു നല്ല ക്യാരക്ടറായിരുന്നു ചേച്ചിയുടെ. രാധാമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ചേച്ചി ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നാടകമായിട്ട് അത്രയും അനുഭവമുള്ള ഒരാളെന്ന് പറയുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ അത് ഞാൻ കഥ ചേച്ചിയോട് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, ഓഹ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. KPSC ലളിത എന്നാണ് പേരെങ്കിലും അത്ര ലളിതമല്ല ലളിത ചേച്ചിയുടെ അഭിനയവും ജീവിതവും ഒന്നും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഇരിക്കൂ സാർ. യാദൃശ്യമായിട്ട് ഇപ്പോ നാടകത്തെക്കുറിച്ചൊരു സിനിമ എടുക്കുമ്പോൾ ലളിത ചേച്ചി നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ആമുഖത്തിലും പറഞ്ഞു KPSC പോലൊരു വലിയ നാടക ട്രൂപ്പിൽ നിന്നാണ് ലളിത ചേച്ചിയുടെ വരവ്. ഒരു നാടക നടനെയോ നടിയോ സംബന്ധിച്ചിടത്തോളം സിനിമ പോലെ ഒരു ക്ലോസ് ഷോട്ട് ഇല്ല, അതിന്റെ ഫേസിന്റെ ഒരു അത്രയും വലിയ എൻലാർജ്ഡ് വെർഷൻ ഇല്ല. ഉത്സവപ്പറമ്പിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് വരെ അവരുടെ ഒരു എക്സ്പ്രഷൻ കാണണമെന്നുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ ഒരു അസ്വാഭാവികമായ അതിഭാവുകത്വം സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ലളിത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ സിനിമയിൽ തന്നെ ഇത്തിരി എല്ലാവരും കയറ്റി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് തന്നെ വളരെ സ്വാഭാവികമായ ഒരു അഭിനയ ശൈലി കൈമുതലായിട്ടുള്ള ആളായിരുന്നു. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ഞാൻ ചേച്ചിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. മാത്രമല്ല ചേച്ചി നാടകത്തിൽ അഭിനയിച്ചതും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ തമാശ. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ട് നാടകമുണ്ട്. അത് പിന്നീട് സേതുമാൻ സാർ സിനിമയാക്കി KPSCയുടെ. ആ നാടകം കൊടുങ്ങല്ലൂർ എൻ്റെ നാട്ടിൽ അവതരിപ്പിച്ചിരുന്നു ഒരിക്കലും. അപ്പം ഞാനന്ന് ഈ നാടകങ്ങൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കാണാൻ പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ നാടകം കാണുമായിരുന്നു. അല്ല, ആ കാലഘട്ടത്തിൽ എൻ്റെ രൂഹത്തിന് നാടകമൊക്കെ വന്നാൽ എല്ലാവരും പോകും. അതൊരു ഭയങ്കര പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളൊക്കെ തന്നെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. KPSCയുടെ അവർ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന നാടകത്തിൽ ചേച്ചി അഭിനയിച്ച ഓർമ്മയുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു. അപ്പം അന്ന് നമുക്ക്, ഞാനന്ന് സ്കൂൾ ക്ലാസ് 8ലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് വന്നത്. അത് കഴിഞ്ഞിട്ട് അത് അധികം വൈകാതെ സിനിമയായി. സേതുമാൻ സാറാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഉദയയുടെ പടമായിരുന്നു. കുഞ്ചാക്കോ നിർമ്മിച്ചിട്ട് സേതുമാൻ സാറ് സംവിധാനം ചെയ്ത് അത് സിനിമ വന്നു. നമ്മൾ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, തങ്കഭസ്മക്കുറിയുടെ പാട്ടൊക്കെ ഉള്ള ആ സിനിമ. ആ സിനിമയിൽ ലളിത ചേച്ചി അഭിനയിച്ചിരുന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. കാരണം നാടകത്തിൽ കണ്ട ആളെ സിനിമയിൽ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമല്ലേ.
അപ്പോൾ ബാക്കി എല്ലാവരും സിനിമയിൽ വളരെ പ്രസിദ്ധരായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. പ്രേം നസീർ, ശാരദ, അങ്ങനെയുള്ളവരെല്ലാവരും. ലളിത ചേച്ചിയാണ് നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രത്തെ സിനിമയിലും അഭിനയിക്കുകയാണ്. അത് ഞാൻ പിന്നീട് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അന്ന് കുറേ സിനിമകളിൽ അങ്ങനെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് തോപ്പിൽ ബാസിയുടെ നാടകത്തിലുണ്ടാവും, സിനിമയിലും ഉണ്ടാവും. പിന്നെ സേതുമാധവൻ സാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും സാറിൻ്റെ മിക്കവാറും ഇപ്പോൾ യക്ഷി എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. അതിനുശേഷം അനുഭവങ്ങൾ പാളിച്ചകൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ചേച്ചിനെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലാണ്. അപ്പം ഞാൻ സേതുമാധവൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പഴയ കഥകൾ ഇങ്ങനെ ചോദിക്കും. നമ്മൾ പ്രധാന കാര്യം അതാണല്ലോ. ഇപ്പോൾ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലളിത ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അതൊരു വലിയ അനുഭവവും സന്തോഷവും ഒക്കെയാണ്. ഇത് ഈ കഥകളായി എവിടെയെങ്കിലുമൊക്കെ പറയപ്പെട്ടില്ലെങ്കിൽ, റെക്കോർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ഇത് പതുക്കെ മിസ്സാവും. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സാറിനെ പോലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ അറിയാതെ ആണെങ്കിലും എത്ര മഹാരഥന്മാരുടെ പേരുകളാണ് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത് എന്നുള്ളത് വലിയ സന്തോഷമാണ്. അല്ല അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ലളിത ചേച്ചിയായിട്ട് ചോദിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സേതുമാധവൻ സാർ, പിന്നെ PN മേനോൻ. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും സംവിധായകർ എന്നുള്ള രീതിയിൽ അവരുടേതായ ശൈലിയുണ്ട്. ആ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, ഇവരിൽ നിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് PN മേനോൻ പറയുന്നൊരു കാര്യമാണ്, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്, ഓവറായിട്ട് അഭിനയിക്കും. പക്ഷെ ഇത്ര എന്താ പറയുക, സിനിമയും നാടകത്തെയും ബാലൻസ് ചെയ്തിട്ട് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലളിത ചേച്ചി. പിന്നെ തിലകൻ ചേട്ടൻ, കൊട്ടാരക്കര ചേട്ടൻ, അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കൊട്ടാരക്കരയൊക്കെ. നമുക്കൊരിക്കലും ഓവറായിട്ട് ഒരു സിനിമയിലും തോന്നിയിട്ടില്ലല്ലോ, ചെമ്മീനിലൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ടില്ല അരനാഴിക നേരം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പുറകിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം, ക്യാമറയുടെ മുമ്പിൽ ഈ സൂക്ഷ്മമായിട്ടുള്ള അഭിനയം പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു തിരിച്ചറിവ്, അത് സ്വതസിദ്ധമായിട്ട് അവരുടേതായ അഭിനയ ശൈലി ഉള്ളതുകൊണ്ടും പിന്നെ അവരതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുള്ളത് കൊണ്ടാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം ചിലപ്പോൾ മനസ്സിലായാലും നമ്മളുടെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് മാറ്റാൻ വലിയ പാടാ. നമ്മൾ ഒരു സ്വിച്ച് ഇടുന്നതാണെങ്കിലും ഒരു മൊബൈലിന്റെ കാര്യത്തിൽ പോലും ശീലം മാറ്റുക എന്ന് പറയുന്നത് ബ്രെയിനിന് ഏറ്റവും സ്ട്രെയിൻ വരുന്ന ഒരു സ്ഥലമാണ്. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അല്ല അതൊക്കെ തന്നെ ആയിരിക്കാം. ലളിത ചേച്ചി നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ തന്നെ നാടകരംഗത്തുനിന്ന് ഒരുപാട് പേര് സിനിമയിൽ വന്നിട്ട് സ്വാഭാവികമായ അഭിനയം കൊണ്ട് നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ എന്നുള്ള രീതിയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നാടകത്തിൽ നിന്ന് വന്നിട്ട് സ്വാഭാവിക അഭിനയം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ലളിത ചേച്ചി തന്നെയാണ്, യാതൊരു സംശയമില്ല. ലളിത ചേച്ചിയുടെ ഒരു ശൈലിയുണ്ട് സംഭാഷണത്തിൽ. നമുക്കറിയാലോ, നമുക്ക് ലളിത ചേച്ചിയുടെ മുഖം കാണേണ്ട കാര്യമില്ല, സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ലളിത ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഇല്ലേ? അങ്ങനെ ഒരു മൂളലുണ്ടെങ്കിൽ പോലും അത് KPS ലളിതയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നാടകത്തിൽ നിന്നിട്ടുള്ളൊരു അനുഭവം സിനിമയിലേക്ക് അവർ പകർന്നാടിയപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രമുഖരായ സംവിധായകരിൽ നിന്ന് തുടങ്ങിയതായിരിക്കും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ സേതുമാധവൻ സാറിൻ്റെ കാര്യം പറഞ്ഞത്. തോപ്പിൽ ബാസി ഉണ്ട്, ഓഫ് കോഴ്സ്, അദ്ദേഹം ലളിത ചേച്ചിനെ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. പക്ഷേ സേതുമാധവൻ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ മിക്കവാറും എല്ലാവരും ഈ പറയുന്ന ഒരു നാടകാഭിനയം എനിക്ക് വേണ്ട, സിനിമയെന്ന് പറയുന്നത് സ്വാഭാവിക അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ എടുക്കാമെന്ന് പറയില്ലേ, അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു രീതി ലളിത ചേച്ചിക്ക് ഉണ്ടാവും. അതായിരിക്കാം ചേച്ചി അങ്ങനെ സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ മാതിരി PN മേനോൻ്റെയൊക്കെ ഒരു ശിക്ഷണമായിട്ട് തന്നെയാണല്ലോ ഭരതേട്ടൻ വരുന്നത്. ഭരതേട്ടൻ്റെ സിനിമകളിലേക്ക് വരുമ്പോഴും ഭരതേട്ടനെ അഭിനയിപ്പിക്കുമ്പോഴും അവർ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു അപ്പുറത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകനും നടിയും മാത്രമാണ്. അല്ലാതെ യാതൊരു നിലക്കും യാതൊരു പരിഗണനയും ലളിത ചേച്ചിക്ക് ഭരതേട്ടൻ കൊടുക്കാറില്ല. അപ്പം ഞാൻ ആദ്യം ലളിത ചേച്ചിയെ നേരിട്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല, ആരവം എന്ന് പറയുന്ന പടത്തിൻ്റെ അത് ബഹദൂർ നിർമ്മിച്ച പടമാണ്. നടൻ ബഹദൂർക്ക നിർമ്മിച്ചിട്ടുള്ള പടമാണത്. ബഹദൂർക്ക സാറിന്റെ നാട്ടുകാരനല്ലേ? എന്റെ ബന്ധുവും കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. മദ്രാസിലേക്ക് ഞാൻ ആദ്യം ചെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെല്ലുന്നത് ബഹദൂറിന്റെ അടുത്താണ്. ഞാൻ അങ്ങനെ ബഹദൂറിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ലളിത ചേച്ചിയും കലാമണ്ഡലം ക്ഷേമാവതി ഒക്കെ കൂടി ബഹദൂർ ഖാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ വരികയാണ്.
അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കുകയാണ് KPSC ലളിത. അങ്ങനെ ഞാൻ ഇടിച്ചു കയറി ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി വന്നേക്കണം. അന്ന് ആരും കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ബഹദൂറിൻ്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ വളരെ സ്നേഹത്തോടുകൂടി കുറേ നേരം വർത്താനം പറഞ്ഞ് ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അതാണ് എൻ്റെ ആദ്യത്തെ പരിചയം എന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഭരതേട്ടനായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള ഒരു ആലോചന, അവർ തമ്മിൽ ഒരു അടുപ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ഭരതേട്ടൻ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിഞ്ഞു. അതിന് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ലളിത ചേച്ചി ആ കാലം മുതൽ, പിന്നെ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി. PN മേനോൻ സാറിൻ്റെ കടമ്പ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലളിത ചേച്ചിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, പല സംവിധായകരുടെ കൈകളിലൂടെയാണ് ഒരു നടിയോ നടനോ റിഫൈൻഡ് ആവുന്നത്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതെന്നുള്ളത്. സംവിധായകർക്ക് എത്രമാത്രമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്ഡ് ആയ നടനെയോ നടിയോ കിട്ടിയാലുള്ള സൗകര്യം? ഇപ്പോൾ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവരെപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. രണ്ടും പുതുതാകുക എന്ന് പറയുന്നത് തീർത്തും പുതിയൊരു സിനിമയായിരിക്കും. തിരിച്ച് കിട്ടാറുണ്ടോ? അവരെന്തെങ്കിലും ഒരു ശിക്ഷണം തരാറുണ്ടോ? അല്ല, ഞാൻ ആദ്യകാലത്തൊക്കെ പടം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. കാരണം പലപ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് കറക്റ്റാണോ, അവരുടെ പെർഫോമൻസ് കറക്റ്റാണോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് അവർ മാറുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ നമുക്കും തോന്നുമല്ലോ. കാരണം ഇവരെ നമ്മൾ സ്ക്രീനിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് കണ്ടിട്ടുള്ള ആണെങ്കിലും നമ്മുടെ ഒരു കഥാപാത്രമായിട്ട് ഇവർ മാറുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ മേക്കപ്പ് ചെയ്ത് അവർ നമ്മുടെ മുമ്പിൽ ക്യാമറ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നെടുമുടി വേണു, തിലകൻ ചേട്ടൻ, കൊടിയേറ്റൻ ഗോപിച്ചേട്ടൻ, ആ കാലഘട്ടത്തിൽ ഈ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാർ അവരുടെ ഒരു അനുഭവം കൂടി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ലളിത ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്.